സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന വൻ വർധനവാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത്. ഇന്ന് വിപണി ആരംഭിക്കുമ്പോൾ തന്നെ, ഓപ്പൺ ആകുമ്പോൾ തന്നെ 22 ക്യാരറ്റ് ഗോൾഡിന് 394 ദിർഹം 5 ഫിൽസ് ആണ് രേഖപ്പെടുത്തിയത്. അതായത് നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നത് 22 ക്യാരറ്റ് ഗോൾഡിലാണ്. അതിന് അധിക ദിവസം വൈകില്ല ഗ്രാമിന് 400 ദിർഹം എന്നുള്ള ഒരു ബാരിയർ അത് ഭേദിക്കും എന്നുള്ള സാഹചര്യമാണ് സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്. 24 ക്യാരറ്റ് ഗോൾഡ് 400 ദിർഹം ബാരിയർ ഭേദിച്ചിട്ട് ദിവസങ്ങളാകുന്നു. ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 426 ദിർഹം ആ ഒരു റേഞ്ചിലാണ്. കഴിഞ്ഞ ദിവസം 424 ദിർഹമായിരുന്നു ഗ്രാമിന് 24 ക്യാരറ്റിന്. എന്തായാലും വലിയ രീതിയിലുള്ള വർധനവാണ് സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട് UAE വിപണിയിലടക്കം, അന്താരാഷ്ട്ര വിപണിയിലടക്കം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ കാര്യം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു പവൻ സ്വർണം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇന്നത്തെ ഒരു വില എന്ന് പറയുന്നത് 78,000 രൂപയാണ്. 78,000 രൂപ അത് സാധാരണ വിലയാണ്. നമ്മൾ ആഭരണം വാങ്ങുമ്പോൾ സാധാരണ പണിക്കൂലിയും GST ഒക്കെ നൽകണമല്ലോ. അതെല്ലാം കൂടെ വരുമ്പോൾ 80, 85, 85,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് സ്വർണ്ണവില, ഒരു പവന് നമ്മൾ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 624 രൂപ ഇന്ന് വർദ്ധിച്ചു. അങ്ങനെയാണ് ഇന്നലെ സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ചിരുന്ന 77,000 ആ ഒരു റേഞ്ച് കടന്നിരുന്ന സ്വർണ്ണവില ഇന്നിപ്പോൾ 78,000 റേഞ്ചിനപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ഉത്സവ സീസണൊക്കെ ആണല്ലോ, ഓണസമയമാണ്. സാധാരണ ഈ ചെറുകിട പർച്ചേസുകളും ഒക്കെ ആളുകൾ നടത്തും. പിന്നെ കല്യാണ പർച്ചേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പർച്ചേസുകളൊക്കെ നടത്തും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉയരുന്ന സ്വർണ്ണവില എന്നുള്ള ഒരു കാര്യം നിസ്സംശയം പറയാം. എന്തായാലും വരും ദിവസങ്ങളിലും സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിക്കും എന്ന രീതിയിലാണ് വിപണി ഇപ്പോൾ പ്രതികരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാലോ, അമേരിക്കയുമായി ബന്ധപ്പെട്ട ഈ ടാരിഫുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളും US ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം, പിന്നെ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വർണ്ണവിലയെ അഫക്റ്റ് ചെയ്യും. എന്തായാലും സ്വർണം മുന്നോട്ടാണ്. പിടികിട്ടാനാവാത്ത ഉയരത്തിലേക്കാണ് മഞ്ഞലോഹം കുതിക്കുന്നത് ഈ ഫെസ്റ്റീവ് സീസണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്ന ഒരു സമയമാണ്. ഇന്നിപ്പോൾ പൂരാടമാണ്, നാളെ ഉത്രാടം. അപ്പോൾ ഓണ ഒരുക്കങ്ങളിലേക്ക് മലയാളികളെല്ലാം സജീവമാവുന്ന സമയമാണ്. ഗൾഫിലുള്ളവർക്ക് ഇത്തവണ ഒരു അധിക മധുരമുണ്ട്. കാരണം പൊതു അവധിയും വീക്കെൻഡ് അവധിയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സമയത്താണ് ഓണാഘോഷം വരുന്നത്. സെപ്റ്റംബർ 5 തിരുവോണവും പ്രവാചക ജന്മദിനവും ഒക്കെ കൂടി വരുന്ന ഒരു ദിവസമാണ്, പൊതു അവധിയാണ്. വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങൾ കൂടി കിട്ടുന്നു എന്നുള്ളതാണ്. തിരുവോണം, അവിട്ടം, ചതയം ആളുകൾക്ക് വീടുകളിൽ തന്നെ ഓണം പൂർണ്ണമായും ആഘോഷിക്കാം. കുടുംബങ്ങൾക്കൊപ്പം, സുഹൃത്തുക്കൾക്കൊപ്പം, കൂട്ടായ്മകൾക്കൊപ്പം ഓണദിനങ്ങളിൽ തന്നെ ആഘോഷം പൊടിപൊടിക്കാം എന്നുള്ളൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. എന്തായാലും അവധിക്കാലത്ത് ഇത്തവണ ഓണം ആഘോഷിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ മലയാളികൾ അടക്കം നടത്തുമ്പോൾ വിപണികളും അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലടക്കം കേരളീയ വിഭവങ്ങൾ കൊണ്ടും ഓണ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏറ്റവും സന്തോഷത്തോടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ, എവിടെ മലയാളിയുണ്ടോ അവരെല്ലാം ഓണം അതിൻ്റെ ഏറ്റവും ഭംഗിയോടുകൂടി ആഘോഷിക്കുന്നത്. ഇന്നിപ്പോൾ പൂരാടമാണ്, നാളെ ഉത്രാടം. വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളിലുമാണ് മലയാളികൾ അടക്കമുള്ളവർ. സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചത്തെ അവധികളൊക്കെ കഴിയുമ്പോൾ UAE ഇനി ഒരു പബ്ലിക് ഹോളിഡേ എന്ന് പറയുന്നത് 2025 ശേഷിക്കുന്നത് UAE നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട അവധികളാണെന്ന് അറിയാലോ. ഡിസംബർ 2, 3 തീയതികളിലാണ് UAE നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട അവധികൾ വരുന്നത്. അതൊരു ചൊവ്വയും ബുധനും ഒക്കെയാണ്. അപ്പം കമ്മമറേഷൻ ഡേ എന്ന് പറയുന്നത് നവംബർ 30-നാണ്. അതൊരു പക്ഷേ ഡിസംബർ 1 ആചരിക്കാനായി മാറ്റിവെക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്താം. എന്തായാലും ഈ വീക്കെൻഡ് അവധികളോട് ചേർത്ത് ഈ പൊതു അവധികൾ വെക്കാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്യാബിനറ്റ് ഡിസിഷൻ എന്താണ് എന്നൊക്കെ അറിയാനാണ് ആളുകൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം UAE ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞാൽ നീണ്ട അവധികൾക്കുള്ള സാധ്യതയുണ്ട്. വീക്കെൻഡ് അവധികളും ദേശീയ ദിന അവധികളും തമ്മിൽ ചേർത്ത് വെക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ഡിസിഷൻ ഉണ്ടാവുമോ, അതിന്റെ ആത്യന്തികമായ തീരുമാനം UAE ക്യാബിനറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അവരുടെ തീരുമാനം എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.